അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വി ഗാർഡിൻ്റെ സ്റ്റെബിലൈസറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ സ്റ്റെബിലൈസർ. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെബിലൈസർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ ഇഷ്യൂ. ഇതിൽ റെഡ് ലൈറ്റ് ഓൺ ആകുന്നുണ്ട്, ഔട്ട്പുട്ടില്ല. ഔട്ട്പുട്ട് വരാൻ ടൈം എടുക്കില്ല. ഓക്കെ, ഫ്രിഡ്ജിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ 2 മുതൽ 4 വരെ 4 മിനിറ്റ് വരെ ഇത് ഓണാകാൻ സമയമെടുക്കും. അപ്പം ജസ്റ്റ് അഴിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റെബിലൈസർ. നമുക്ക് ഒന്നും കൂടി ഇത് ഓൺ ചെയ്ത് നോക്കാം. അല്ല, ഈ സ്റ്റെബിലൈസർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമുക്കൊരു കാര്യം ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് ഉണ്ടല്ലോ. ഇതെന്താണ് പിന്നെ ഇഷ്യൂ? ഔട്ട്പുട്ട് പ്രോബ്ലം ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ബോർഡിൽ എന്തെങ്കിലും ഡ്രൈ ഉണ്ടോ എന്ന് നോക്കിക്കളയാം. മെയിനായിട്ട് വരുന്നൊരു ഇഷ്യൂ അങ്ങനെയാണ്. ഇത് റിലേ ഒക്കെ മാറ്റിയതാണ്. നമുക്കിതൊരു 3 മിനിറ്റ് കൊണ്ട് ഓൺ ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. രണ്ട് മുതൽ 4 മിനിറ്റ് വരെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് 4 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യോ ഇല്ലയോ നോക്കാമല്ലോ. അതിനകത്ത് വേറെ ഡ്രൈ സോൾഡറിങ് അങ്ങനത്തെ ഇഷ്യൂസൊന്നും കാണുന്നില്ല. വളരെ നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് 4 മിനിറ്റ് വരെ മാക്സിമം പറയുന്നത്. 2 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെയാണ്. അതിനുള്ളിൽ സ്റ്റാർട്ടാവണം. സ്റ്റാർട്ടാവുമെന്ന് നോക്കാം. അപ്പം നിലവിൽ 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. സാധനം ഔട്ട്പുട്ട് ഓൺ ആയിട്ടില്ല. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ആ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യണം. സാധാരണയായി വരുന്ന കംപ്ലൈൻറ്റുകൾ, ഇപ്പോൾ ടെസ്റ്റ് പിന്നിൽ ഷോർട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും. കണ്ടോ, ഓണായി, ഔട്ട്പുട്ട് ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. ഇതിൻ്റെ പ്രോബ്ലം സാധാരണയായി വരുന്നത് കപ്പാസിറ്റേഴ്സാണ്. ഈ 100 UF 25 വോൾട്ട് കപ്പാസിറ്റർ സാധാരണ പ്രോബ്ലം കാണിക്കാറുണ്ട്. മാറ്റാം. കപ്പാസിറ്റർ നമുക്ക് മാറ്റിയിടാം. UF 25 വോൾട്ട് കപ്പാസിറ്റർ. അതുപോലെ തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, 47 UF. എത്ര വോൾട്ട് എന്നറിയില്ല, നോക്കാം.
ഇവിടെ 47 UF എന്നുള്ളൂ, അതിന് വോൾട്ട് ഇല്ലേ? 25 വോൾട്ട്, 47 25 വോൾട്ടും അങ്ങനെ 100 UF 25 വോൾട്ട്. ഇത് മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ മാറ്റിയിട്ടുണ്ട് നിലവിൽ. നമുക്ക് ആ 2 കപ്പാസിറ്റർ മാറ്റിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 47 UF 25 വോൾട്ട് 100 UF 25 വോൾട്ട് ഈ 2 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് മാറ്റി ഇട്ടതിന് ശേഷം ഒരു 4 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം 100 UF 25 വോൾട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ 47 UF 25 വോൾട്ട് ഇവിടെ. ഈ 3 കപ്പാസിറ്റർ ഇതിലുള്ളൂ. മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ നമ്മൾ മാറ്റുന്നില്ല, ഇത് രണ്ടുമാണ് മാറ്റുന്നത്. സോൾട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ 2 കപ്പാസിറ്റർ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡൺ. നമ്മൾ 3 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്, പ്രോബ്ലംസ് ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റെബിലൈസറിൻ്റെ കംപ്ലയിൻറ്റ് ഇതായിരുന്നു, ആ കപ്പാസിറ്റൻസിൻ്റെ വീക്കായിരുന്നു ഇത് റെഡി ആവാതിരുന്നത്, ഔട്ട്പുട്ട് ഓൺ ആകാതിരുന്നത്. അപ്പം നമ്മളത് കപ്പാസിറ്റർ മാറ്റിയിട്ടു. 100 UF 25 വോൾട്ട് 470 47 25 വോൾട്ട് ഈ 2 കപ്പാസിറ്ററുകൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. സംഭവം ചാലുവാണ്. ഔട്ട്പുട്ട് നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആയതാണ്. ഓക്കെ, ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഔട്ട്പുട്ട് ഓക്കെയാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ഒന്നും കൂടി ഒരു ഫൈനൽ ടെസ്റ്റിന് വെച്ചിട്ടുണ്ട്, നോക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എല്ലാ സ്ക്രൂ ഒക്കെ ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്തു. സംഭവം ഓണായിട്ടുണ്ട്, ഔട്ട്പുട്ട് ലൈറ്റ് ഓണായി, ഗ്രീൻ ലൈറ്റ് ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വി ഗാർഡിൻ്റെ സ്റ്റെബിലൈസർ റെഡിയാണ്, ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ വി ഗാർഡിൻ്റെ സ്റ്റെബിലൈസർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓണാകത്തായിരുന്നു ഇഷ്യൂ. 3 മിനിറ്റ് കഴിഞ്ഞാലും 4 മിനിറ്റ് കഴിഞ്ഞാലും ഔട്ട്പുട്ട് ഓണാകുന്നില്ല, അതായിരുന്നു ഇഷ്യൂ. ആ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കപ്പാസിറ്ററൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ.